മുറുക്ക് പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. അതിൽ ബട്ടർ മുറുക്കാണെങ്കിലോ നല്ല സോഫ്റ്റും അതേസമയം ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 3 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇടിയപ്പപ്പൊടിയാണ് എടുക്കുന്നത്. ഏത് ബൗളിലാണോ നമ്മൾ അളക്കണേ ആ ഒരു ബൗളിൽ തന്നെ എല്ലാം എടുക്കാനായിട്ട് നോക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് പൊട്ടുകടലയാണ്. ഇത് പൊടിച്ചെടുത്തത് 1/4 കപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ജീരകം ഇതുപോലെ കയ്യിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ജീരകത്തിന് പകരമായിട്ട് എള്ള് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത്രയും സോഫ്റ്റാക്കി എടുക്കണം ഡോ. നമ്മൾ തൊട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റായിരിക്കണം. 1 സ്റ്റാറിൻ്റെ അച്ചാണ് ഞാൻ എടുക്കുന്നത്. ഡോന്ന് കുറച്ചായിട്ട് മാവെടുത്തിട്ട് ഈ മുറുക്ക് പ്രസ്സിലിട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മുറുക്ക് പ്രസ് എണ്ണ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. 1/4 ഭാഗം നിറച്ച് കൊടുത്താൽ മതി. ഞാൻ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾ ഓയിലാട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം തീരെ ലോയിലും അതേപോലെ ഹൈയിലും ഉണ്ടാവരുത്, മീഡിയം ലെവലിൽ വേണം ഉണ്ടാവാനായിട്ട്. അപ്പോൾ എണ്ണയിലിട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. ഈ ബബിൾസൊക്കെ ഒന്ന് അടങ്ങിയ ശേഷം ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കാം.